വെള്ളം കയറുണ്ടോ ഷൂല്? അവൾക്ക് കയറുമെങ്കിൽ എനിക്ക് എന്തായാലും കയറാം. Yeah, you can. ഹായ്, അപ്പം സെക്കൻഡ് ലാസ്റ്റ് ഡേ ഓഫ് ട്രെക്ക്. ഇന്നിപ്പോൾ ഇതാ നമ്മൾ മെനഞ്ഞാന്ന് ട്രെക്ക് ചെയ്ത് മീൻസ് ഊണ് കഴിച്ചതിന് കുറേ മുന്നേ ആയിട്ടുള്ള സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് എല്ലാ ദിവസത്തെ പോലെ അല്ലായിരുന്നു, വാട്ടർ പാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഷൂസിൻ്റെ ഉള്ളിൽ വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കിച്ചൺ എൻഡിൽ കയറിയിട്ട് ഷൂസ് കഴിക്കുക, സോക്സ് കഴിക്കുക, ചൂട് കഴിയാമെന്നുള്ളത്. നാളെ ലാസ്റ്റ് ഡേ ആണ്. നാളെ ഉച്ചയോടുകൂടെ നമ്മൾ എവിടുന്ന് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തോ അവിടെ എത്തും. അപ്പോൾ വിൽ സീ യു, ബൈ. ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്ന ഗുഹയാണിത്. ഭയങ്കര വാമായിരുന്നു. 10-14 പേര്. സക്സസ്ഫുള്ളി ചാദർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ 9 പേര്. ഇപ്പോൾ അതേ ഞങ്ങൾ തുടങ്ങിയിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി തിരിച്ച് ലേയിലേക്ക് ഓടുന്ന ഒരു 3 മണിക്കൂർ യാത്ര. അപ്പം എങ്ങനെ ചാദർ ചെയ്യാം, എപ്പോൾ ചാദർ ചെയ്യാം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു. ഞങ്ങളുടെ റിട്ടേൺ ജേർണിയും കൂടെ കണ്ടു.
അപ്പം അതായിരുന്നു ഞങ്ങളുടെ ചാദർ ട്രക്ക്. പിന്നെ തണുപ്പ് കാരണവും മൊബൈലിൻ്റെ എന്താ പറയുക, മൊബൈൽ വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ നോക്കി അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല, വളരെ കുറച്ച് വീഡിയോസേ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ 3 ദിവസം അക്ലമറ്റൈസ് ചെയ്ത് 5 ദിവസത്തെ ട്രെക്കിംഗ് ആയിരുന്നു. ഇപ്പം കുറച്ചുകൂടെ റൂൾസ് സ്ട്രിക്റ്റ് ആണ്. നമ്മൾ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെന്നിറങ്ങുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ബോർഡിംഗ് പാസ് അവിടെ കൊടുക്കണം, 3 ദിവസം അക്ലമറ്റൈസ് ചെയ്തു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പെർമിറ്റും മെഡിക്കൽസും കഴിഞ്ഞിട്ട് 4th ഡേ രാവിലെയാണ് നമ്മൾ ബക്കൂലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് 5th ഡേ ഈവനിങ് നമ്മൾ തിരിച്ചെത്തി. ഇപ്പം ചാദർ ട്രെക്കിംഗ് പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ പല പല റേറ്റിലുണ്ട്. ഇപ്പം 17,000 to 22, 24 ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോന്നിലും നമുക്ക് കിട്ടുന്ന ഫുഡ്, അതുപോലെ തന്നെ ട്രെക്കിംഗ്, ക്യാമ്പിംഗ്, ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി വ്യത്യാസമുണ്ടാവും. അതാണ് ആകെ വരുന്ന ഡിഫറൻസ്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു 2,000 rupees എക്സ്ട്രാ ഇൻഷുറൻസ് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാളും ഇപ്രാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ ഇതിൽ കൂടുതൽ എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉണ്ട്. പോയി എന്താ പറയുക, എല്ലാവരും 3 ലെയർ സോക്സ് ആണ് പകൽ സമയത്ത് ഇടുന്നത്. അത് രാത്രി വേറെ 3 പേരായിട്ട് റീപ്ലേസ് ചെയ്യും. ഞാനാണെങ്കിൽ ഒരു -10 ഡിഗ്രിയുടെ ഡൗൺ ജാക്കറ്റ്, ഒരു ഫ്ലീസ് ജാക്കറ്റ്, 2 ടീഷർട്ട്, 2 തെർമൽ ആണ് മുകളിലിട്ടത്. താഴെ ഒരു തെർമലും ഒരു വാട്ടർ റിപ്പല്ലന്റ് പാൻറ് വിത്ത് ഫ്ലീസ് ലെയർ ഉള്ളത്. പിന്നെ സൺഗ്ലാസ് നിർബന്ധമായിരുന്നു, പക്ഷെ എൻ്റെ സൺഗ്ലാസ് താഴെ വീണ് അത് പൊട്ടിപ്പോയി, അതുകൊണ്ട് എനിക്ക് സൺഗ്ലാസ് കിട്ടിയില്ല. പിന്നെ നിങ്ങൾ ലെൻസ് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലെൻസ് നിങ്ങൾ ഊരി വെക്കണം. സ്പെക്സ് യൂസ് ചെയ്യേണ്ടത്, കാരണം അത്രയും ടെമ്പറേച്ചറിൽ ലെൻസ് കട്ടിയായിട്ട് കണ്ണിന് മുറിവ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ തല കവർ ചെയ്യുന്ന, ചെവി കവർ ചെയ്യുന്ന ഒരു നല്ലൊരു ക്യാപ്പ് വേണം. പിന്നെ പ്ലസ് വിത്ത് ഡൗൺ ജാക്കറ്റിൻ്റെത് 2 പെയർ ഓഫ് ഗ്ലൗസ് വേണം. ഒന്ന് വൂളന്, ഒന്ന് വാട്ടർ പ്രൂഫ്. എല്ലാം നനയാതെ സൂക്ഷിക്കണം. ബാഗ് മഞ്ഞ് വീഴ്ചയിൽ നനയാൻ ചാൻസ് കുറവാണ്, പക്ഷെ സ്റ്റിൽ ഒരു ബാഗിൻ്റെ കവർ ഇടുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ബാഗ് നിങ്ങൾ തന്നെ ചുമന്നു കൊണ്ടുപോകണം. പിന്നെ എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അവിടെ ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനാണ് ഈ 2,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് ആയിട്ട് അവർ മേടിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ യാത്രാവിശേഷങ്ങളായിട്ട് ഇനിയും നമുക്ക് കാണാം. ബൈ.